അത്യാവശ്യം തണുപ്പും ചെറിയൊരു മഴയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ആർക്കാ മൂടിപ്പുതച്ചിറങ്ങാൻ ഇഷ്ടമില്ലാത്തത്. ഞാനും അങ്ങനെ മൂടിപ്പുതച്ച് ഉറങ്ങി ലാസ്റ്റ് 10-10:30 ആയി കേട്ടോ എഴുന്നേറ്റ് വന്നപ്പോൾ. അപ്പോഴേക്കും അമ്മ അതേ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. വേറെ നല്ല നമ്മുടെ കപ്പയായിരുന്നു എന്നേ. രാവിലെ തന്നെ ഈ കപ്പ കഴിക്കുക എന്ന് വെച്ചാൽ വളരെ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഗ്യാസിൻ്റെ പ്രശ്നം നന്നായിട്ടുള്ളത് കൊണ്ട്. പിന്നെ വീഡിയോസൊക്കെ എടുക്കണ്ടേന്ന് വിചാരിച്ചിട്ടൊരു പ്ലേറ്റിൽ ഞാൻ ഉമ്മർത്ത് വന്നിരുന്നു കേട്ടോ. കൂടെ നമ്മുടെ കട്ടൻ കാപ്പി ഉണ്ടെന്നേ. ചൂട് ചായയും മഴയൊക്കെ കണ്ട് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഞാൻ ഒന്ന് 2 കഷ്ണം കഴിച്ചപ്പോൾ തന്നെ എനിക്ക് മതിയായി. കാരണം എനിക്കത് കഴിക്കാൻ പറ്റുന്നില്ലായിരുന്നു ഗൈസ്. പിന്നെ നമ്മൾ പുറത്തൊക്കെ പോയി വന്നപ്പോൾ ഇതേ ഒരു 2 ചോക്കോബാർ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാനും അനിയത്തിയും കൂടി ഷെയർ ചെയ്തിട്ടാണ് കേട്ടോ കഴിച്ചത്. തണുപ്പത്ത് ഇങ്ങനെ തണുത്ത ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമുള്ളവർ ആരൊക്കെയുണ്ട്? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഇഷ്ടമുള്ളവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ചെറുതായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്ത് കടയിൽ പോയി വന്നപ്പോൾ ഞാൻ റസ്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചായയും റസ്ക്കും ഒക്കെ കൂട്ടി കഴിച്ചു കേട്ടോ. മഴയത്തായതുകൊണ്ടാണെന്ന് തോന്നുന്നു ചെറുതായിട്ടൊരു നനഞ്ഞ പോലെ കുതിർന്ന പോലെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മൾ റസ്ക് കഴിക്കുമ്പോൾ കെറുമുറ വെച്ച് കേൾക്കില്ലേ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അത് ശരിയായില്ല ഗേസ്. പിന്നെ കഴിഞ്ഞ ദിവസം ചോളപ്പുരീൻ്റെ കുരു മേടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളതിന് കുക്കറിലിട്ട് വന്നപ്പോഴേക്കും ചെറുതായിട്ട് കരിഞ്ഞു പോയി ഗൈസ്. പിന്നെ നമുക്ക് പറഞ്ഞിട്ട് കാര്യം തോന്നുന്നില്ല. അപ്പോൾ നമ്മളിത് കരിഞ്ഞ ഭാഗമൊക്കെ നമ്മളിത് കളയുന്നുണ്ട്. ബാക്കി നല്ല ഭാഗം മാത്രം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഓർത്തത് നമ്മൾ ഉച്ചയ്ക്ക് ചോറ് കഴിച്ചിട്ടില്ല. എന്നെപ്പോലെ എത്ര പേരുണ്ട്, ഞാൻ ചോറ് കഴിക്കാൻ മറന്നുപോയി ഗൈസ്. കുറേ കഴിഞ്ഞപ്പോഴാണ് ഓർത്തത്. അങ്ങനെ ഒരു 3:30 കഴിഞ്ഞപ്പോൾ ഇതേ ചോറ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ മുട്ട ഉണ്ടായിരുന്നു, അവിയലുണ്ടായിരുന്നു, സ്രാവ് വറുത്തതുണ്ടായിരുന്നു, പപ്പടം ഉണ്ടായിരുന്നു, അച്ചാറുണ്ടായിരുന്നു. അങ്ങനെ ഉച്ചയ്ക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഫുഡും കഴിച്ചു. ഉച്ച എന്ന് പറയുമ്പോൾ ഒരു 3-3:30 കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. കൃത്യസമയത്തിന് കൃത്യമായി ഫുഡ് കഴിക്കണമെന്നൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ ഫുഡ് എടുത്ത് കഴിക്കുന്നുള്ളൂ. കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ അതേ അമ്മ തണ്ണിമത്തനും കൊണ്ടുവരുന്നുണ്ടായിരുന്നു. ചായ കുടിക്കുന്ന സമയത്താണല്ലോ തണ്ണിമത്തൻ കഴിക്കണത്. രാവിലെ ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്ന സമയത്ത് ചോറൊന്നും കഴിക്കൂലെന്നേ. അങ്ങനത്തെ ഒരു വൃത്തി സ്വഭാവമാണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ.